രേവതി കുട്ടിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന രോഹിത്തിനെ കണ്ട് ഞെട്ടി അലീന. അലീനയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി വരികയാണ്. രേവതിക്കുട്ടിയുടെ മനസ്സിൽ രോഹിത്തുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രി കിടക്കാൻ നേരത്ത് അലീനയോട് മനസ്സ് തുറക്കാനായിട്ട് രേവതിക്കുട്ടി തയ്യാറാകുന്നുണ്ട്. രോഹിത്തിൻ്റെ മേൽ തനിക്കൊരു ഇഷ്ടമുണ്ടെന്നും അത് ചേച്ചി രോഹിത്തിനെ അറിയിക്കുമോ എന്നും ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. എൻ്റെ പൊന്ന് രേവതിക്കുട്ടി, അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്നും കാണാൻ നിനക്ക് കഴിയുന്നില്ലേ? അവർ അച്ഛനും അമ്മയും ഒക്കെയുള്ള കാശുകാരാണ്. നീയോ ഞാനോ അനാഥരും കാശില്ലാത്തവരും. അപ്പോൾ ഈ ബന്ധം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം ചേച്ചി, ഞാൻ പറയുന്നത് ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവും. പക്ഷേ ചേച്ചി പറയുന്നതും എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ തോന്നിയ ഇഷ്ടം അറിയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് പറയുന്നു. അത് കേട്ടതും, നിനക്ക് പറയണമെങ്കിൽ പറയാം, പറയണ്ട എന്നൊന്നും പറയില്ല. അവൻ്റെ ടേസ്റ്റിന് പറ്റിയ ആളെ അവൻ എന്തായാലും സ്വീകരിക്കുകയുള്ളൂ, ഇഷ്ടപ്പെടുകയുള്ളൂ. നിന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. എങ്കിൽ നോക്കാമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അലീനയോട് വെല്ലുവിളിച്ചുകൊണ്ട് രേവതിക്കുട്ടിയാണെങ്കിൽ പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തേക്ക്. രോഹിത്തിനോട് മനസ്സ് തുറക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ രോഹിത്ത് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ അനുസരിച്ചത് എന്ന്. ഇതേ സമയം രേവതിക്കുട്ടി ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. രേവതിക്കുട്ടി പോയിട്ട് കുറച്ച് നേരമായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അലീന അന്വേഷിച്ച് ചെല്ലുമ്പോൾ അലീന കാണുന്ന കാഴ്ച കണ്ട് അലീന തന്നെ ഞെട്ടിപ്പോകുന്നത് കാണാനായിട്ട് കഴിയും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.